അപ്പോൾ ഗൈസ്, നമ്മളിന്നിപ്പോൾ ലുലു മാളിൽ ഒരു പടം കാണാൻ വേണ്ടി വന്നതാണ്. ഗണപതി, സാഗർ സൂര്യ, പിന്നെ അല്ലമീൻ, മല്ലിക സുകുമാരൻ തുടങ്ങിയവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ പ്രകമ്പനം സിനിമയെ കുറിച്ച് രാവിലെ തൊട്ട് അത്യാവശ്യം നല്ല റിവ്യൂസ് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സിനിമ കയറിയത്. അപ്പോൾ ആ സിനിമ സനി തോട്ട്സിന് ഇഷ്ടമായില്ല എന്ന് നമുക്കൊന്ന് നോക്കാം. വെൽക്കം ടു സനി തോട്ട്സ്. സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ ഒരു ഹൊറർ കോമഡി പശ്ചാത്തലത്തിൽ വരുന്ന സിനിമയാണ്. മെയിൻ ക്യാരക്ടറുകളായിട്ടൊരു 3-4 പേരുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗണപതി, സാഗർ സൂര്യ, അല്ലമീൻ, പിന്നെ മല്ലിക സുകുമാരൻ, അതുകൂടാതെ നമ്മുടെ അസീസ് നെടുമങ്ങാട്, പിന്നെ ഈ അടുത്ത് മരിച്ചുപോയ നടൻ നവാസ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമാണ്. ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഒരു പടത്തിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നമുക്ക് 2022 വന്ന രോമാഞ്ചം എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ആംബിയൻസ് റീക്രിയേറ്റ് ചെയ്ത പോലെ തോന്നി. അതായത് ഒരു പിള്ളേർ സെറ്റ്, അവരുടെ ഒരു ഹോസ്റ്റൽ ലൈഫ്, ഇതിനിടയിൽ വരുന്നൊരു പ്രേതം, അങ്ങനെ ഒരു സംഭവത്തിലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്ത് വന്നത്. ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫ്, ഒരു അബോവ് ആവറേജ് സെക്കൻഡ് ഹാഫ്, അങ്ങനെ ഓവറോൾ ഒരു ആവറേജ് അനുഭവമാണ് പ്രകമ്പനം എന്ന് പറയുന്ന സിനിമ ഞങ്ങൾക്ക് തന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ പ്രകടനങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാവരും നന്നായിട്ടുണ്ട്. സാഗർ സൂര്യ എനിക്ക് തോന്നുന്നു പണി എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ട് ഇതിനിടയിൽ ഏതെങ്കിലും സിനിമ വന്നോന്ന് അറിയില്ല, പക്ഷെ അത്യാവശ്യം ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടേക്കണ ഒരു പടം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാണുന്നത് ഈ പടത്തിലാണ്. ആൾ അത്യാവശ്യം കഴിവുള്ള ആളാണെന്നുള്ളത് നമുക്കറിയാം. പണിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ആൾ മറ്റേ പൃഥ്വിരാജിൻ്റെ ഒക്കെ കുരുതിയിലാണെങ്കിലും അതിനു മുമ്പ് മിനി സ്ക്രീനിലാണെങ്കിലും സാഗർ സൂര്യ അത്യാവശ്യം കഴിവുള്ള ആളാണെന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. ഇവിടെയും പുള്ളി അത് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രേതം വരുന്ന സീനുകളെല്ലാം പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രകടനത്തിലൊന്നും ആരുടെയും മോശം പറയാനില്ല, എല്ലാവരും നല്ല രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷേ നൈസ് ഒരു സ്റ്റോറി ആയിരുന്നു, പക്ഷേ എൻ്റെ ഒരു എക്സിക്യൂഷൻ ശരിയായില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതായത് ചില കോമഡികളൊക്കെ വർക്കായി, പക്ഷെ പല കോമഡികളും ഫ്ലാറ്റായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മേക്കിംഗ് ക്വാളിറ്റി അല്ല ഞാൻ പറയുന്നത്, പക്ഷേ സ്ക്രിപ്റ്റ്, തിരക്കഥ കുറച്ചും കൂടി സ്ട്രോങ് ആക്കേണ്ടിയിരുന്നു എന്ന് തോന്നിയിരുന്നു പടം കണ്ടപ്പോൾ. ഓവറോൾ അതുകൊണ്ട് തന്നെ ഒരു ജസ്റ്റ് ഒരു വാച്ചബിളിലേക്ക് ആ പടം പോയി. ഇല്ലാന്നുണ്ടെങ്കിൽ ആ പടത്തിൻ്റെ ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് ഈ രോമാഞ്ചമൊക്കെ പോലെ അത്യാവശ്യം റിപ്പീറ്റ് വാച്ച് വരുന്ന ഒരു എൻ്റർടൈനറായി മാറേണ്ട ഒരു സിനിമയായിരുന്നു പ്രകമ്പനം. പക്ഷേ ഇതൊരു ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ, ജസ്റ്റ് നമുക്ക് കണ്ടു മറക്കാവുന്ന ഒരു വാച്ചബിൾ പടമായിട്ട് മാത്രമാണ് എനിക്ക് പേഴ്സണലി സിനിമ തോന്നിയത്. പക്ഷേ സ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ ചില കോമഡികളൊക്കെ നന്നായിട്ട് വർക്കായി, പക്ഷെ ചിലതൊന്നും തീരെ വർക്കായില്ല. ഒരു 60% വർക്കാവാത്ത കോമഡികളാണ് ആ ചിത്രത്തിലുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. പക്ഷേ മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ ഈ പടത്തിന് പറയില്ല, ഒരു വൺ ടൈം വാച്ചബിൾ.